നമസ്കാരം. മഴത്തോരു മുമ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. റിവ്യൂലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അലീന സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലെത്തി എന്നുള്ള കാര്യം അറിഞ്ഞ് ഔതക്കുട്ടി ചായൻ സ്റ്റാൻലിയുടെ ബംഗ്ലാവിലേക്ക് എത്തുന്നുണ്ട്. സ്റ്റിക്കും മോന്തിയും കൊണ്ട് ഔതക്കുട്ടി ചായൻ ഉള്ളിലേക്ക് കയറി വരുമ്പോഴേക്കും നമ്മുടെ ആന്റപ്പൻ ആണെന്നുണ്ടെങ്കിൽ ഔതക്കുട്ടി ചായന്റെ അരികിലേക്ക് വരുവാണേ. ഇപ്പോ കേണൽ സാബ് പറഞ്ഞതേയുള്ളൂ അപ്പച്ചൻ വരേണ്ട സമയമായി എന്ന്. വന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോവാണ് കേട്ടോ ആന്റപ്പൻ. അപ്പച്ചൻ വരും എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ അപ്പച്ചനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മദ്യക്കുപ്പികളും അതുപോലെ ഗ്ലാസും സോഡയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റാൻലി. ഇത് കണ്ട ഉടനെ തന്നെ അപ്പച്ചനാണെന്നുണ്ടെങ്കിൽ നീ രാവിലെ തന്നെ തുടങ്ങിയോടോ എന്ന് ചോദിക്കുവാണേ. അപ്പച്ചൻ വരുന്നത് കൊണ്ട് ഞാനെല്ലാം ഒന്ന് ഒരുക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. പക്ഷെ അന്നേ ദിവസം തന്നെ തനിക്ക് പുനലൂരിലേക്ക് പോകാനുണ്ടെന്നും അവിടെ എന്തോ ജോലി തീർക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ സ്റ്റാൻലിയുടെ തൊട്ടരികിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ അപ്പച്ചന് ഒരു മദ്യം ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഫിലിപ്പീൻസിൽ നിന്ന് തന്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ലാലിച്ചിന്റെ അടുത്ത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ മദ്യപാനം ഒന്ന് ആസ്വദിച്ച് കുടിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അപ്പച്ചൻ പറയുന്നുണ്ട്. അതിനുശേഷം അലീനയെ അങ്ങോട്ടേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചൻ പറയുവാണേ. എന്നാ അവൾ അങ്ങോട്ടേക്ക് വരില്ല. മദ്യപാനം പുകവലിയൊന്നും അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ പരിസരത്തേക്ക് അവൾ വരില്ല എന്ന് പറയാണേ. പക്ഷേ നമ്മുടെ ലാലിച്ചൻ പറയുന്ന ആ സംസാര രീതി കേൾക്കുമ്പോൾ അവളുടെ അഹങ്കാരം കൊണ്ടാണോ എന്ന് അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്. അവൾ അങ്ങനെ അപ്പച്ചൻ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല എന്നുള്ള കാര്യം സ്റ്റാൻലി പറഞ്ഞ് കേട്ട ഉടനെ ഇപ്പോ അവള് ആരാണെന്നുള്ള കാര്യം കൂടുതൽ ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്തേക്ക്, എന്നോടൊപ്പം അവളെ പുനരൂരിലേക്ക് പറഞ്ഞു വിടാനാ പറയുന്നത്. അവിടെ കുറച്ചു കാലം നിന്ന് ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ അകന്ന ബന്ധത്തിലുള്ള ആരെങ്കിലാണെന്ന് പറഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം അവളെ അവിടുന്ന് നാട് കെടുത്താം എന്നൊക്കെയാണ് കേട്ടോ അപ്പച്ചൻ പറയുന്നത്. എന്നാ അതിനു വേണ്ടിയിട്ടല്ല താൻ ഇങ്ങോട്ട് ഇത്രയും കഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എടാ, ഞാൻ നാട് കെടുത്താ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയാ എന്നുള്ളതല്ല. എത്രയാണെങ്കിലും അവള് നിന്റെ മകളല്ലേ. അതുകൊണ്ട് തന്നെ അവളെ എവിടേക്കെങ്കിലും കല്യാണം കഴിച്ച് വിടാം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അവൾക്കിപ്പം 10-24 വയസ്സായല്ലോ. അതുകൊണ്ട് തന്നെ കല്യാണപ്രായമൊക്കെ ആയിട്ടുണ്ട്. അവളെ എന്തായാലും നല്ലൊരു ഗൾഫുകാരനെ കൊണ്ടോ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും നല്ല ജോലിയുള്ള ഒരുത്തനെ കൊണ്ട് തന്നെ നമുക്ക് കല്യാണം കഴിപ്പിക്കാം. ഇനി എന്തായാലും ഞാനൊന്ന് അവളെ കാണട്ടെ എന്ന് അപ്പച്ചൻ പറഞ്ഞത് കേട്ട ഉടനെ അപ്പച്ചനെയും കൂട്ടിയിട്ട് അലീനയുടെ മുറിയിലേക്ക് ചെല്ലുവാണോ സ്റ്റാൻലി. മുറിയിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അലീന അവിടെ ഇല്ല കേട്ടോ. ഉടനെ തന്നെ ആന്റപ്പൻ എന്ന് പറഞ്ഞിട്ട് കേണൽ വിളിക്കുകയാണ്. എന്താ സാബ് എന്ന് ചോദിച്ച് അരികിലേക്ക് വരുമ്പോ അലീന എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അലീന കിച്ചണിലാണെന്നുള്ള കാര്യം അറിയിക്കുമ്പോൾ ഉടനെ തന്നെ അവളടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഓർഡർ ഇടുവാണ്. ആന്റപ്പൻ അലീനയെ വിളിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അപ്പച്ചനും അതുപോലെ തന്നെ സ്റ്റാൻലിയും മുറിക്കുള്ളിലേക്ക് ചെല്ലുന്നുണ്ട്. ആ മുറിയുടെ മാറ്റം കണ്ടിട്ട് സ്റ്റാൻലിയുടെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതെ അപ്പച്ച, കഴിഞ്ഞ തവണ അപ്പച്ചൻ വന്നതുപോലെയല്ല മുറിയുള്ളത്. അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഒന്നിനും അവൾക്ക് ഒരു കുറവുണ്ടാവാൻ വേണ്ടി പാടില്ലല്ലോ. ഇതൊരു കൊട്ടാരം പോലെ തന്നെ ആക്കിയിട്ടുണ്ടല്ലോടാ നീ എന്ന് ചോദിക്കുമ്പോ അപ്പച്ച, നമ്മുടെ വീട്ടുപേര് കൊട്ടമരമറ്റത്തിൽ എന്നാണല്ലോ, അതുകൊണ്ട് ഒട്ടും കുറയ്ക്കണ്ടെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ അവധക്കുട്ടി ചായനാണെന്നുണ്ടെങ്കിൽ ആ മുറിയിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ അലീന അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. പപ്പ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അലീനയുടെ ആ വിളി കേട്ടുകൊണ്ട് അവധക്കുട്ടി ചായൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അലീനയെ കാണുന്നത്. അലീനയെ കണ്ടതും അവധക്കുട്ടി ചായൻ അങ്ങ് സ്തംഭിച്ച് നിന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് കൈവിട്ട് 55 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോവുകയാണ് കേട്ടോ. സ്വന്തം ഭാര്യയുടെ അതേ പകർപ്പ്. അന്ന് ചിന്നമ്മയുടെ വേഷം എന്താന്ന് വെച്ചാൽ ചട്ടയും മുണ്ടുമായിരുന്നു. എന്നാൽ ഇന്ന് ഇവളുടെ വേഷത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മരിച്ചുപോയ തന്റെ ഭാര്യയെ വീണ്ടും കണ്ട ആ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ നമ്മുടെ ഔതക്കുട്ടി ചായന്. അലീനയാണെന്നുണ്ടെങ്കിൽ മുറിക്കുള്ളിലേക്ക് കയറാതെ അവിടെ തന്നെ നിൽക്കുവാണേ. ഇത് കണ്ട സ്റ്റാൻലി ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് അലീനയുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അലീന ഇത് തന്റെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ് കേട്ടോ. അതുപോലെ തന്നെ അലീനയ്ക്ക് തന്റെ അപ്പച്ചനാണ്, നിന്റെ വെല്ലിപ്പനാണെന്ന് പറഞ്ഞു ഔതക്കുട്ടി ചായനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ അലീനയാണെങ്കിൽ കൈകൂപ്പി നമസ്കാരം പറയുന്നുണ്ട്. പക്ഷെ ഔതക്കുട്ടി ചായനാണെന്നുണ്ടെങ്കിൽ തന്റെ ഭാര്യയെ ആ ചെറുപ്പത്തിലുള്ള ആ ഒരു അത് വീണ്ടും കണ്ട ആ ഒരു ഞെട്ടലിൽ തന്നെ നിൽക്കുവാണ് കേട്ടോ. തന്റെ വെല്ലിപ്പച്ചൻ തന്നെ ഇങ്ങനെ കൺമിഴ വെട്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് കണ്ട അലീനയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മടിയോട് കൂടി തന്നെയാണ് കേട്ടോ വെല്ലിപ്പച്ചന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത്. അലീനയുടെ അടുത്ത് മറുപടി പറയാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഔതക്കുട്ടി നിൽക്കുന്നത്. അത് കണ്ട് സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടി എന്നാണ് പേര് എന്നുള്ള കാര്യം പറഞ്ഞ് പരിചയപ്പെടുത്തുവാണ്. സ്റ്റാൻലി പരിചയപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ ഔതക്കുട്ടി ഷൈനാണെങ്കിൽ ഉത്തരം പറയാൻ വേണ്ടി പറ്റാത്ത ആ ഒരു ചമ്മലില് അതെ അതെ ഔതക്കുട്ടി എന്നുള്ള കാര്യം പറയുവാണേ. ഉടനെ തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട് നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി മുറിവിട്ട് പോവുകയാണ്. എന്നാൽ ഔതക്കുട്ടി ഷൈനാണെന്നുണ്ടെങ്കിൽ
തന്റെ ഭാര്യയുടെ ചെറുപ്പകാലത്തിലുള്ള അതേ കോലം തന്നെയാണല്ലോ. തന്റെ ഭാര്യ തിരിച്ചു വന്ന ആ ഒരു ഇതൊക്കെയാണ് തോന്നുന്നത്. അലീനയുടെ അടുത്ത് എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യം പോലും അറിയാതെ അങ്ങനെ സ്തംഭിച്ച പോലെ നിൽക്കുവാണ്. അങ്ങനെ അവതക്കുട്ടിക്ക് എന്താണ് അലീനയുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടെന്നുള്ള കാര്യം അറിയാതെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ള കാര്യം ചോദിക്കുവാണ്. പെട്ടിയും എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതെന്തിനാന്ന് അവതക്കുട്ടി ചോദിക്കുമ്പോൾ ആൻഡപ്പ ചേട്ടൻ പറഞ്ഞു പപ്പയുടെ അപ്പച്ചൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം, ഉടനെ തന്നെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിന്നോളാനും കൂടിയാണ് പറഞ്ഞത്. ഇത് കേട്ട് ഔതക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആഹാ അങ്ങനെ പറഞ്ഞു ആൻഡപ്പ ചേട്ടൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ, എന്നോട് ദേഷ്യത്തിൽ തന്നെയല്ലേ അപ്പച്ചൻ ഇങ്ങോട്ടേക്ക് വന്നത്, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാനും കൂടിയല്ലേ ഇങ്ങോട്ടേക്ക് അപ്പച്ചൻ വന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കേൾക്കുമ്പോ നമ്മുടെ ഔതക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആകെ ഇല്ലാതാവുന്നത് പോലെ തോന്നുവാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ അലീനയുടെ അടുത്താണെങ്കിൽ കള്ളം പറയാനും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ കൊച്ചെ, ആരാണെന്നുണ്ടെങ്കിലും അങ്ങനെയല്ലേ തോന്നുള്ളൂ എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. അല്ലെങ്കിലും ഇതൊന്നും അപ്പച്ചന്റെ തെറ്റൊന്നുമല്ല, എല്ലാം എന്റേത് തന്നെയാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പാടില്ലായിരുന്നു. എനിക്കൊരിക്കലും ഇണങ്ങാൻ വേണ്ടി പറ്റാത്തൊരു സ്ഥലം, ഇവിടുത്തെ അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ശരിക്കും ഇവിടെ ഒരു അനാവശ്യ വസ്തു തന്നെയാണ്. ഇരുമ്പ് കടയിലൊക്കെ ഇങ്ങനെ വേസ്റ്റ് കൊണ്ടേയിടൂലേ, അവിടെ ഒരു പാവക്കുട്ടിയെ കൊണ്ടിട്ട ഒരു അവസ്ഥയാണ് അലീനയ്ക്കുള്ളത്. ഇതെല്ലാം കേട്ട അവതക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടോ അത്രയും മോശപ്പെട്ട സ്ഥലമാണോ ഇതെന്ന്. അല്ല, നമ്മള് ഒരു ചെടി നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വളരും. എന്നാ ഒരു മരം കൊണ്ടും കണ്ട് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര വളം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഇലകളൊക്കെ പൊഴിയുകയും ശിഖരങ്ങളൊക്കെ ഉണങ്ങി അത് നശിച്ചു പോകുക തന്നെ ചെയ്യും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത പ്രയത്നങ്ങളെല്ലാം പാഴായി പോകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വലിയപ്പച്ചൻ എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആർക്കും ഗുണമില്ലാതെ ഞാനിവിടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അത് തന്നെയാണ്. അലീനയുടെ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് ഇങ്ങനെ സ്തംഭിച്ചതുപോലെ നിൽക്കുവാണ് കേട്ടോ ഔതക്കുട്ടി. എന്ത് തിരിച്ചു പറയണമെന്നുള്ള കാര്യം അറിയാതെ ഔതക്കുട്ടിച്ചായൻ വീട്ടിലേക്ക് വന്ന സമയത്ത് അലീനയെ എങ്ങനെയെങ്കിലും അവിടുന്ന് ചവിട്ടി പുറത്താക്കണം എന്നുള്ള മനോഭാവത്തോടു കൂടി തന്നെയാണ് വന്നത്. പക്ഷെ അലീനയെ കണ്ടതും അതുപോലെ തന്നെ അലീനയുടെ സംസാരങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഔതക്കുട്ടിച്ചായന് തന്നെ ആകെ മൊത്തത്തിൽ വല്ലായ്മ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അലീന ആ വീട്ടിലേക്ക് കയറി വന്നു. എത്രയാണെങ്കിലും സ്വന്തം മകന്റെ മകളാണെങ്കിൽ പോലും അവള് ഒരു വിഷവെത്തായിട്ട് വീട്ടിലേക്ക് കയറി വന്നതായിരിക്കോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. എന്നാ അലീനയാണെന്നുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. അത് മാത്രമല്ല മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം കൂടി ചിന്തിക്കുന്ന ഒരാളാണ് അലീന എന്ന്. അലീനയെ കണ്ടതോട് കൂടിയിട്ട് ഔദ്യക്കുട്ടിച്ചായന്റെ മനസ്സിന്റെ ആ ഒരു ഇത് മൊത്തത്തിൽ മാറുവാണ് ചെയ്യുന്നത്. ഇവിടെ തനിക്ക് ഒട്ടും ഇണങ്ങുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അലീന ഇറങ്ങി പോവാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവതക്കുട്ടി അലീനയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഞാനൊരിക്കലും നിന്നെ ഇവിടുന്ന് ചൂലെടുത്ത് അടിച്ചു പുറത്താക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. മോളെന്തായാലും ഇവിടെ ഇരിക്കെ അപ്പച്ചനെ കുറച്ച് സംസാരിക്കാനുണ്ടെന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വലിയപ്പച്ചന് കുടിക്കാൻ വേണ്ടിയിട്ട് എന്താ എടുക്കണ്ടേന്ന് ചോദിക്കണേ. കുടിക്കാനുള്ളതൊക്കെ എനിക്ക് കിട്ടി, അവൻ തന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട ഉടനെ തന്നെ അലീന വലിയപ്പച്ചനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. പണ്ട് ഫ്രണ്ട്സുമായിട്ട് കള്ളു കുടിച്ച് വരുന്ന സമയത്ത് ചിന്നമ്മ തന്റെ ഭാര്യ തന്നെ നോക്കുന്ന ആ ഒരു നോട്ടം പോലെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. ആ നോട്ടത്തിലാണെങ്കിൽ സങ്കടവും ദേഷ്യവും ചെറിയൊരു അപേക്ഷയൊക്കെ ഉണ്ട്. തുടർന്ന് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നീ ലാലിച്ചന്റെ മകളാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ലാലിച്ചനോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചിന്നമ്മ അവനിട്ട പേരാണ്. ചിന്നമ്മ എന്ന് പറയുന്നത് എന്റെ ഭാര്യയാണ്. സ്റ്റാൻലിയെ എപ്പോഴും ചിന്നമ്മ അങ്ങനെ തന്നെയായിരുന്നു വിളിക്കായിരുന്നു. പിന്നീട് ഞങ്ങളും അങ്ങനെ അങ്ങ് ശീലാക്കി. ലാലിച്ചൻ എന്ന് ചെറിയ ശബ്ദത്തിൽ അലീന അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ലാലിച്ചൻ എന്ന് പറയുന്നത് കുറച്ച് നല്ലൊരു പേരാണ്. എന്ന് വെച്ചാല് ഒരു മധുരമുള്ള ഒരു പേര് പോലെ. പക്ഷെ സ്വഭാവം നേരെ എതിരാണ്. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്, അത് തന്നെയാണ് ചേരുന്ന പേര്. അലീന പറയുന്നതെല്ലാം നമ്മുടെ ഔതക്കുട്ടി കേൾക്കുന്നുണ്ട് കേട്ടോ. അലീന പറയുന്ന കാര്യം കേട്ടിട്ട് ഔതക്കുട്ടേശാൻ ഒരു ചിരി ചിരിക്കുവാണ് കേട്ടോ. എന്നതിന് ശേഷം പറയുന്നുണ്ട് ഇതൊന്നും ആയിരുന്നില്ല അവന്റെ സ്വഭാവം, നല്ല ഇണക്കമുള്ളവനായിരുന്നു. അവന് പണ്ട് എന്റെ ചെറുപ്പത്തിലുള്ള അതേ സ്വഭാവം കടുവകളുടെ. അപ്പോ ഒരു വീട്ടില് 2 കടുവകളുണ്ട് എന്നാണല്ലേ സാരമെന്ന് അലീന ചോദിക്കുന്നത് കേൾക്കുമ്പോ ഔതക്കുട്ടിച്ചായം വീണ്ടും ചിരിക്കുവാണ്. അവന് നിന്നോട് സ്നേഹമുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ആർക്ക്? പപ്പയ്ക്കോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്ന് അലീന പറഞ്ഞു കേൾക്കുമ്പോ അത് നിനക്ക് മോളെ വെറുതെ തോന്നുന്നതാണ്. ഈ മുറിയില് നിനക്ക് വേണ്ടിയിട്ട് അവൻ ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണം കണ്ടാൽ തന്നെ എനിക്കറിയാം അവന് നിന്നോട് എന്തോരം സ്നേഹമുണ്ട് എന്നുള്ള കാര്യം. ഒരിക്കൽ പോലും കാണാത്തെ നിന്നോട് അവൻ എങ്ങനെയാണ് ഇത്രയും സ്നേഹം തോന്നിയെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനും ഏതാണ്ടൊക്കെ തരത്തല പറഞ്ഞ സമയത്തും പപ്പ തിരിച്ചൊന്നും പറഞ്ഞില്ല എന്ന് അലീന പറയുമ്പോ അതല്ലേ മോളെ ഞാൻ പറഞ്ഞത്, നിന്നോട് അവൻ എന്തോ ഒരു അലിവ് തോന്നിയിട്ടുണ്ട് എന്ന്. എന്തായാലും വല്യപ്പച്ചൻ എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുമ്പോ സ്നേഹമൊന്നും കാണിക്കണ്ട, ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെ പറഞ്ഞയച്ചാൽ മതി. അങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞയക്കുമ്പോ എനിക്കത് കൂടുതൽ വിഷമാകും.
ശരി, അതൊക്കെ എന്തായാലും വിട് മോളെ. നീ ഒരു കാര്യം ചെയ്യ്, ചെന്ന് എനിക്കൊരു ചായയോ കാപ്പിയോ എന്തെങ്കിലും എടുത്തിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ടേ. അയ്യോ, എന്തോ വന്നപ്പോ കുടിച്ചോ എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്? വല്യപ്പച്ചൻ എന്ന് കളിയാക്കുന്ന മട്ടിൽ നമ്മുടെ അലീന ചോദിക്കുന്നുണ്ടേ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, മോള് പോയിട്ട് ഒരു കാപ്പി എടുത്തോണ്ട് വാ എന്ന് പറയുവാണേ. ഞാന് ആന്റപ്പൻ ചേട്ടനോട് പറയാ എന്ന് അലീന പറഞ്ഞ കേട്ട ഉടനെ അതെന്താടി കൊച്ചേ, നിനക്ക് ഒരു കാപ്പി ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ചോദിക്കുന്നുണ്ടേ. അയ്യോ, അറിയാത്തത് കൊണ്ടല്ല, അടുക്കളയിൽ കയറി ചേർന്ന് കഴിഞ്ഞാൽ കേണല് എന്റെ ചെവിക്ക് പിടിക്കുമോ എന്നുള്ള പേടിയാണ്. അങ്ങനെ അലീനയാണെങ്കിൽ കാപ്പി എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ കിച്ചണിൽ ചെന്ന സമയത്ത് അലീന ചായ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോ പൗലോസ് ആണെങ്കിൽ തടയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് കേണലിന്റെ അടുത്ത് ചുമ്മാ എനിക്ക് വഴക്ക് കേൾപ്പിക്കില്ല കുഞ്ഞെ എന്ന് പറയുകയാണെ. ഔതക്കുട്ടിച്ചായം പറയുന്നുണ്ട് കേട്ടോ, നിന്റെ കേണലിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം എന്ന്. അത് കേട്ട് ശബ്ദം ആരുടെ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി പൗലോസ് ഒന്ന് നോക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ കാപ്പി എടുക്കുകയും ഔതക്കുട്ടിക്കും അതുപോലെ തന്നെ പൗലോസിനും അലീനയ്ക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാപ്പി കുടിച്ചു നോക്കി ഔതക്കുട്ടി പൗലോസിനോട് പറയുന്നുണ്ട് കേട്ടോ, ഇത് എങ്ങനെ ഇടുന്നുള്ള കാര്യം നീ ഒന്ന് ചോദിച്ച് പഠിച്ചു വെച്ചോടാ എന്നുള്ള കാര്യം. ഇത് കേട്ട അലീനയാണെങ്കിൽ എന്താ വല്യപ്പച്ചൻ എന്നെ കളിയാക്കണമെന്ന് ചോദിക്കുവാണേ. അങ്ങനെ തന്നെ കൂട്ടിക്കോ, എനിക്കെന്തായാലും ഇനി ഈ കാപ്പി മതി ഇവിടെ വരുമ്പോ. കാപ്പി മദ്യത്തിന്റെ കൂടെ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. അങ്ങനെ പിരിയുവാണെങ്കിൽ പിരിയട്ടെ, എന്റെ ഭാര്യ പണ്ട് ഉണ്ടാക്കിയ ഒരുപാട് കാപ്പി ഞാൻ കുടിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ പിരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതെനിക്കൊരു പ്രശ്നമല്ല. ചായ കുടിച്ച ആ കപ്പാണെങ്കിൽ നമ്മുടെ അലീനയുടെ കൈകളിൽ ഏൽപ്പിച്ച് ഞാൻ ലാലിച്ചിനെ ഒന്ന് കണ്ടിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ മുറിയിലേക്ക് പോവുകയാണ്. ചെന്ന് നോക്കുമ്പോ കുപ്പിക്ക് ഇടയിൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ സ്റ്റാൻലിയുടെ അടുത്ത് കുടി കുറയ്ക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. അലീനയ്ക്ക് അതൊട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ അപ്പച്ചൻ അതിനെക്കുറിച്ചൊക്കെ അവളെടുത്ത് സംസാരിച്ചോന്നാണ് കേട്ടോ തിരിച്ച് സ്റ്റാൻലി ചോദിക്കുന്നത്. എല്ലാം സംസാരിച്ചു, എന്റെ ധാരണകളെല്ലാം അവള് തെറ്റിച്ചു. ഞാൻ വിചാരിച്ചു അനാഥയായിട്ട് കയറി വന്ന ഒരു പിശാചാണ് അവള് എന്ന്. എന്നാ അവള് അങ്ങനെയല്ല, എന്ത് നല്ല മിടുക്കി കുട്ടിയാണ് അവള്. അവളെന്തായാലും നിന്റെ മകള് തന്നെയാണ്, അതിലെനിക്ക് ഒരു സംശയവും ഇല്ല. എന്തായാലും അപ്പച്ചന് ആ കാര്യം മനസ്സിലായല്ലോ എന്ന് സ്റ്റാൻലിൻ ചോദിക്കുന്നുണ്ടേ. എടാ പിന്നെ നിന്റെ അമ്മ എങ്ങോട്ടാ പോയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അലീന അത് തന്നെയാണ്, അതേ ചിരിയും നോട്ടവും സംസാരം എല്ലാം ഉണ്ട്. നീ ലാലിച്ച അവളടുത്ത് കുറച്ചുകൂടി സ്നേഹത്തിലൊക്കെ സംസാരിക്കണം, അതിന്റെ ഒരു വിഷമം ആ കുട്ടിക്കുണ്ട്. അപ്പോ അപ്പച്ചൻ വന്നത് അവളെ പറഞ്ഞയക്കാനല്ലേ, അപ്പച്ചൻ അവളെ പറഞ്ഞയക്കേണ്ടെന്നൊക്കെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ടേ. അത് ഒന്നുകൂടി ആലോചിക്കണോടാ, അതിന് ഒരുപാട് സമയമുണ്ടല്ലോ. അല്ല, അപ്പച്ചനല്ലേ പറഞ്ഞത് ഇന്ന് തന്നെ തിരിച്ചു പോകണം, ഉച്ച കഴിഞ്ഞ് പുനലൂർ പോയിട്ട് എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്നൊക്കെ. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നോ എന്ന് അവതുകൂടി ചോദിക്കുവാണേ. ആ പറഞ്ഞിരുന്നു എന്ന് സ്റ്റാൻലി പറയുമ്പോ എന്നാ ഞാൻ ആ പരിപാടി എല്ലാം മാറ്റിവെച്ചു. എന്തായാലും എന്റെ പോക്ക് നാളെയുള്ളൂ, ഞാൻ അതെല്ലാം മാറ്റിവെച്ചു, ഇനി ഞാൻ നാളെ പോകുന്നുള്ളൂ എന്ന് അവതുകൂടി തീരുമാനിക്കുവാണേ. അങ്ങനെയാണെങ്കിൽ അപ്പച്ചന് ഒന്നുകൂടി ഒഴിക്കട്ടെ എന്ന് സ്റ്റാൻലി ചോദിക്കുന്നുണ്ടെങ്കിലും അത് വേണ്ടെന്നല്ല നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്. എനിക്ക് അലീനയുടെ അടുത്ത് കുറച്ചുകൂടി സംസാരിക്കാനുണ്ട്, സംസാരിച്ച് തീർന്നില്ല എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് അലീനയ്ക്ക് അരികിലേക്ക് പോവാൻ വേണ്ടി പോവാണേ. അവളടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കണം, അവള് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അത് ചിലപ്പോൾ മർമ്മത്തായിരിക്കും അപ്പച്ച കൊള്ളുക. അത് കേട്ട് നമ്മുടെ ഔതക്കുട്ടിയാണെങ്കിൽ ചെറിയൊരു പുഞ്ചിരോട് കൂടി പറയുന്നുണ്ട്, പെൺകുട്ടികളായ അങ്ങനെ വേണോടാ. അങ്ങനെ ഔതക്കുട്ടി ചായം വീണ്ടും അലീനയ്ക്ക് അരികിലേക്ക് പോവുകയാണേ. അങ്ങനെ അലീനയെ ചവിട്ടി പുറത്താക്കുക, അടിച്ചോടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്ന നമ്മുടെ ഔതക്കുട്ടി അലീനയെ സ്വന്തം പേരക്കുട്ടിയായിട്ട് അംഗീകരിക്കുകയും അത് മാത്രമല്ല അവളോട് ഒരുപാട് ഇഷ്ടം തോന്നുകയും അവളോടൊപ്പം തന്നെ ആ ദിവസം അവിടെ ചെലവഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അന്നേ ദിവസം അവിടെ തന്നെ നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത്.